നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് 6 കുരുന്നുകൾക്ക് പുതുജീവൻ പകർന്നു നൽകി ആലൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മടക്കം. റോഡ് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിന്റെ വൃക്കകളും ഹൃദയവാൽവും കരളും നേത്രപടലങ്ങളും ദാനം ചെയ്യും. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലൻ ഷെറിൻ എബ്രഹാം. അവയവങ്ങളുമായി കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനകം ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ലാൽകൃഷ്ണൻ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ലാൽകൃഷ്ണൻ, ഇതിപ്പോൾ ചരിത്രം കുറിക്കുന്ന നിമിഷമാണ്, നോവായി മാറിയിരിക്കുകയാണ്. പക്ഷേ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ് മറ്റൊരു തരത്തിൽ. എപ്പോഴാണ് അവയവങ്ങളുമായി പുറപ്പെടുന്നത്? അമൃത ആശുപത്രിയിൽ നിന്ന് റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് പോകാനാണല്ലോ പരിപാടി. അതെ, തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ എയർ ആംബുലൻസ് എന്ന മാർഗം തന്നെയാണ് പരീക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ സമ്മതപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള താമസവും ഈ എയർ ആംബുലൻസിൻ്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ബൈ റോഡ് എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് ഇപ്പോൾ നിലവിൽ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ വാൾവ്, കരള്, വൃക്ക, അതോടൊപ്പം കണ്ണിൻ്റെ പടങ്ങൾ എന്നിവയെല്ലാം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം 8 മണിയോളം ആകാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ആംബുലൻസിൻ്റെ സഞ്ചാരം സുരക്ഷിതമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പൂർണ്ണമായും റോഡ് മാർഗം അവലംബിക്കാമെന്ന് തീരുമാനിച്ചത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ സെക്കൻഡ് സാറ്റർഡേയും അതിനുശേഷം സൺഡേയുമാണ്. സ്വാഭാവികമായിട്ടും റോഡിൽ വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസ് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര സുഗമമാക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സംസ്ഥാനത്തുടനീളമുള്ള ആളുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് വൈറ്റില വഴി ആലപ്പുഴ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുക എന്നുള്ളതാണ്. SCT ആശുപത്രി, കിംസ് ആശുപത്രി അടക്കമുള്ള ഇടങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാർഗത്തിൽ മറ്റ് തടസ്സങ്ങളില്ലാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. കഴിഞ്ഞ 5-ാം തീയതിയാണ് ഉച്ചയ്ക്ക് 2:30 മല്ലപ്പള്ളി സ്വദേശികളായ ഇവർ സഞ്ചരിച്ച കാറിലേക്ക് മറ്റൊരു കാറ് ഇടിച്ചത്. ഇവർ സഞ്ചരിച്ചൊരു വാഗണർ കാറായിരുന്നു. ആ കാറിലേക്ക് മറ്റൊരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. കുട്ടിയുടെ മാതാവടക്കം, ആലിൻ്റെ മാതാവും മാതാവിൻ്റെ രക്ഷിതാക്കളുമാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. എല്ലാവർക്കും സാരമായി തന്നെ പരിക്കേറ്റു. പക്ഷേ അതിൻ്റെ അകത്ത് 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ്റെ പരിക്ക് വളരെ ഗുരുതരമാവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചങ്ങനാശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വേണ്ട രീതിയിൽ ഗുണം കാണാത്തതിനെ തുടർന്നാണ് 6-ാം തീയതിയോടുകൂടി കൊച്ചിയിൽ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ വെന്റിലേറ്റർ കഴിഞ്ഞ് കുട്ടി ആരോഗ്യം വീണ്ടെടുക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് മാതാപിതാക്കൾ അവയവദാനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനിച്ചത്. കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ, മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചതിന് പിന്നാലെ മാതാപിതാക്കൾ അവയവം ദാനം ചെയ്യാം എന്ന് പറയുകയായിരുന്നു. വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എങ്കിൽ പോലും അതേസമയം തന്നെ കുരുന്നുകൾക്കടക്കം പുതുജീവൻ നൽകാൻ ആ 10 വയസ്സുകാരിക്ക് കഴിയുകയാണ് എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അവരിലൂടെ കുഞ്ഞ് ഇനിയും ജീവിക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രത്യാശ നടക്കുന്നത്. ഇപ്പോഴും കുട്ടിയുടെ മാതാവ് അടക്കമുള്ള ആളുകൾ പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. അവർ കോട്ടയത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യ വിദഗ്ധർ അടക്കമുള്ള ആളുകൾ എത്തിയാണ് അമൃത ആശുപത്രിയിൽ തുടർ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. റോഡ് മാർഗം ആണ് അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നത് അടിമുടി തട്ടിപ്പും വൻ ധൂർത്തെന്നും വ്യക്തമാക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. വ്യാപക പൊരുത്തക്കേടുകൾ പുറത്തു വന്നതോടെ കണക്കുകളിൽ വ്യക്തത തേടാൻ ദേവസ്വം ബോർഡ് അടിയന്തര യോഗം വിളിച്ചു. ചിലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നുവെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രശാന്തിന്റെ പ്രതികരണം. കണക്ക് കൃത്യമായി പറയേണ്ടത് ദേവസ്വം ബോർഡാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ ഇന്നും ആവർത്തിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് കണക്കുകളിൽ ക്രമക്കേടിന്റെയും ദൂർത്തിന്റെയും ഘോഷയാത്ര. വിവിധ ആവശ്യത്തിനായി കൊടുത്തു തീർത്തത് 6.64 കോടി രൂപ. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 4.35 കോടി. അതായത് ഓഡിറ്റിൽ മൊത്തം ചെലവ് 11 കോടിയോളം വരും. എന്നാൽ കഴിഞ്ഞ നവംബറിൽ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ കണക്കുകളിൽ ആകെ ചെലവ് 4.99 കോടി മാത്രം. ഇതിൽ 3 കോടി കൊടുത്തു തീർത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാര്യമാണ് PS പ്രശാന്തിന്റെ FB പോസ്റ്റിലും പറയുന്നത്. ഇതോടെ കണക്കുകളിൽ വ്യക്തത തേടി ദേവസ്വം ബോർഡ് അടിയന്തര യോഗം വിളിച്ചു. പരിപാടി നടത്തിയ ഊരാളുങ്കലിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയും ഓഡിറ്റിംഗ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ് എന്ന സ്ഥാപന പ്രതിനിധികളും ചൊവ്വാഴ്ച യോഗത്തിൽ പങ്കെടുക്കും. കണക്കുകളിൽ വ്യക്തത തേടുന്നതിനൊപ്പം ഊരാളുങ്കലിന് നൽകാനുള്ള പണത്തിൽ കുറവ് വരുത്താനാകുമോ എന്നതുമാണ് യോഗത്തിന്റെ ലക്ഷ്യം. സംഗമത്തിന്റെ ഭാഗമായി നടന്ന കലാപരിപാടികളുടെ മറവിൽ പണം തട്ടിയോ എന്നും സംശയമുണ്ട്. എന്നാൽ പരിപാടിയുടെ നടത്തിപ്പ് സർക്കാരല്ല, ദേവസ്വം ബോർഡാണെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഒരു വിശദീകരണം നടത്തേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് അയ്യപ്പ സംഗമം നടന്നത്. അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളും
കണക്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമില്ല. ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. നടക്കാത്ത ഭജനയ്ക്ക് നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തെന്നാണ് ഒരു ബില്ലിൽ പറയുന്നത്. അന്ന് വേദിയിൽ ഭക്തിഗാന സദസ് അവതരിപ്പിച്ചത് ഗായകൻ ഇഷാൻ ദേവ് സംഘവുമാണ്. കൂടാതെ വിജയ് യേശുദാസ്, വീരമണി തുടങ്ങിയവരുടെ പാട്ടും. ഇത് പരിപാടിയുടെ ചെലവിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. അതിഥികൾക്ക് 37 ലക്ഷം രൂപയ്ക്ക് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതായി പൊതുഭരണ വകുപ്പ് കണക്കിൽ പറയുന്നു. എന്നാൽ ഇതിന്റെ പണം ആര് നൽകിയെന്നും വ്യക്തതയില്ല. ദേവസ്വം കമ്മീഷണറുടെ കണക്കിൽ 24 ലക്ഷം രൂപ റൂം എടുത്ത വകയിൽ പൊതുഭരണ വകുപ്പിന് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി. കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം, തൂണുകൾ എന്നിവയിൽ നിന്നുള്ള സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിച്ചു. ഇതിനിടെ ബെല്ലാരിയിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഗോവർദ്ധന്റെ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി. കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഇന്നലെ നട തുറന്നതിന് പിന്നാലെ സന്നിധാനത്ത് തുടങ്ങിയ SITയുടെ പരിശോധന ഇന്ന് വൈകിട്ടോടെയാണ് പൂർത്തിയായത്. തൂണുകളിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം ഇളക്കി മാറ്റിയതിന് പിന്നാലെ ഇന്ന് ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം ഇളക്കിയെടുത്തു. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സ്വർണ്ണപ്പാളികൾ പരിശോധന നടത്തി. സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും പരിശോധിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അളവിൽ സാമ്പിളുകൾ ശേഖരിച്ചു. ലീഗൽ മെട്രോളജി വിഭാഗത്തിലെ ജീവനക്കാരുടെ സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന. സാമ്പിളുകൾ വിദഗ്ധ കേന്ദ്രത്തിലേക്ക് അയക്കും. ഇളക്കിയെടുത്ത പാളികൾ പുനഃസ്ഥാപിച്ചു. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ബെല്ലാരിയിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബാങ്ക് ഇടപാട് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു. 5 അംഗ സംഘമാണ് ബെല്ലാരിയിൽ എത്തിയത്. അതേസമയം കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേസിലെ 12ാം പ്രതിയാണ് പങ്കജ് ഭണ്ഡാരി. 24 പത്തനംതിട്ട. തിരഞ്ഞെടുപ്പ് ചൂടേറ്റി ജാഥകൾ. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ആവർത്തിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും ഉറപ്പ് പറയാതെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് അടിമാലിയിൽ താൻ പ്രഖ്യാപിച്ചത് ചോരത്തിളപ്പ് കൊണ്ടല്ലെന്നാണ് റോഷി അഗസ്റ്റിന്റെ വിശദീകരണം. പാർട്ടി തീരുമാനത്തിന് മുൻപേ റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രഖ്യാപനം അണികൾക്കിടയിലും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി തീരുമാനിക്കും, ചോർച്ചമാണ് മത്സരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പ്രവർത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സത്യമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. അദ്ദേഹം എപ്പോഴും ഒരു KSC നിന്ന് വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പറയുമ്പോൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണ്. എന്നാൽ ഈ പ്രതികരണം പല സംശയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പാലായിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പു പറയാൻ ജോസ് കെ മാണിക്ക് സാധിക്കുന്നില്ല. എന്നാൽ അക്കാര്യത്തിൽ റോഷി അഗസ്റ്റിന് കോൺഫിഡൻസ് അല്പം കൂടുതലാണ്. ചേർത്തലപ്പ് കൊണ്ട് KSC നേതാവുമായിരുന്നു. നേരത്തെ തെറ്റിരിക്കുന്നത് ചെയർമാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയർമാനില്ലെന്നും ചെയർമാൻ്റെ സ്ഥാനാർത്ഥിയില്ലെന്നും ഞങ്ങൾ നാദിനില്ലാത്ത കളറില്ലല്ലോ. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങളെ കൂടുതലുള്ളൂ. പിന്നെ ഞങ്ങളെന്താ പിന്നെ അങ്ങ് മാറി നിൽക്കുക? മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുമ്പോഴും ശക്തമായൊരു നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിന് വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നു റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പ് തന്നെ ഉണ്ടാവും, മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാമല്ലോ. പാർട്ടി തീരുമാനം എടുക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ, പിന്നെ അതിന് അധികരിക്കാൻ പറ്റുമോ? റോഷി അഗസ്റ്റിന്റെ നിലപാട് ശരിവെക്കാൻ ഇന്നും ജോസ് കെ മാണി തയ്യാറായില്ല. മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് ജോസ് കെ മാണി ആവർത്തിച്ചു. കേരളത്തിലെ കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരെല്ലാം പാർട്ടിയുടെ ചെയർമാൻ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. ആ ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞത്. അത് പാലായി മത്സരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയിച്ചു. പക്ഷേ അതിനുശേഷം അദ്ദേഹം എന്താ പറഞ്ഞത് അത് പാർട്ടി തീരുമാനിക്കും. അതാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. പാലായിലെ വികസന വിഷയത്തിൽ മാണി സി കാപ്പനുമായി കൊമ്പ് കോർക്കുന്നുണ്ടെങ്കിലും ഇതുവരെ മത്സരിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് ആശയക്കുഴപ്പത്തിന്റെ പ്രധാന കാരണം. മുന്നണി മാറ്റം ചർച്ചയായ സമയത്ത് റോഷി അടക്കമുള്ളവർ സ്വീകരിച്ച നിലപാടാണ് UDF പ്രവേശനത്തിന് തടയിട്ടത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിലെ ഭിന്നിപ്പ് പുറത്തു വരുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ടോബി ജോൺസൺ, 24 കോട്ടയം.
10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവദാനത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ആ അവയവങ്ങൾ റോഡ് മാർഗമാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. അമൃത ആശുപത്രിയിൽ നിന്ന് കുന്നുംപുറം ഇടപ്പള്ളി വൈറ്റില വഴി കുണ്ടന്നൂരിലേക്ക്, അവിടെ നിന്ന് ഇടതുവശം തിരിഞ്ഞ് മിനി ബൈപ്പാസ് വഴി തൃപ്പൂണിത്തുറ, പുത്തൻകാവ്, ഏറ്റുമാനൂർ, കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് റോഡിലുള്ളവർ വണ്ടികൾ, വാഹനങ്ങളൊക്കെ ഒതുക്കി മാറ്റി നൽകി സഹകരിക്കണം. സാധാരണയായി നമ്മൾ ഇത്തരം അറിയിപ്പുകൾ നൽകുമ്പോൾ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കാറുള്ളതാണ്. ഇക്കുറി കൂടി ആ ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം. അടുത്ത വാർത്തയിലേക്ക്. തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിയും പോലീസ് ഗൂഢാലോചനാവാദം തള്ളിയും അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ADGP MR അജിത് കുമാറിനെതിരെയും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പരാമർശങ്ങളില്ല. DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പോലീസിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുകയാണ്. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. പൂരം കലക്കാനുള്ള ഗൂഢാലോചനയിൽ പോലീസിന് യാതൊരു പങ്കുമില്ല. ADGP MR അജിത് കുമാറിനെയും റിപ്പോർട്ടിൽ കുറ്റവിമുക്തനാക്കുന്നു. സംശയത്തിന്റെ നിഴലിൽ തിരുവമ്പാടി ദേവസ്വം മാത്രമാണ്. ജില്ലാ കളക്ടറുടെയും കമ്മീഷണറുടെയും നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾ പൂരദിവസം തിരുവമ്പാടി പാലിക്കാൻ തയ്യാറായില്ല. ഏകപക്ഷീയ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചു. തിരുവമ്പാടിയിലെ ചിലരുടെ രാഷ്ട്രീയ ബന്ധവും റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുമില്ല. തിരുവമ്പാടി ദേവസ്വത്തെ ഉൾപ്പെടെ ആരെയെങ്കിലും ഗൂഢാലോചനയിൽ പ്രതി ചേർക്കണമോ എന്ന് ADGP തീരുമാനിക്കും. എന്നാൽ റിപ്പോർട്ട് പ്രതിപക്ഷം പൂർണ്ണമായും തള്ളി. ആ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും തെറ്റാണ്. വ്യക്തമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പൂരം കലക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാ ചാനലുകളും കാണിച്ചതാണ്. ഇതിനെല്ലാം മറച്ചു വെച്ച് അജിത് കുമാറെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയൊരു തിരക്കഥ. ഈ തിരക്കഥയുടെ സംവിധായകൻ അജിത് കുമാറാണ്. ഇപ്പോൾ പിണറായിയുടെ തിരക്കഥ, അജിത് കുമാറിൻ്റെ സംവിധാനം. ഞാൻ ചോദിക്കുന്നത്, ഈ റിപ്പോർട്ട് സുനിൽകുമാർ അംഗീകരിക്കുന്നുണ്ടോ? CP അംഗീകരിക്കുന്നുണ്ടോ? 2024 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം 16 മാസത്തിന് ശേഷമാണ് പൂർത്തിയായത്. 24 തൃശൂർ. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക വിതരണത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാക്പോര്. വിദ്യാർത്ഥി ജയിച്ചോ എന്നറിയാതെ പുതിയ പുസ്തകം കൊടുത്തിട്ട് എന്ത് കാര്യം എന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തി. ഇതിനിടെ പാഠപുസ്തകത്തിന്റെയും യൂണിഫോമിന്റെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ എന്നറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കട്ടെ അവരെ. എന്തെല്ലാം തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകളെ ബോധ്യപ്പെടുത്താണ് ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചത്. ഇതായിരുന്നു ഇന്ന് രാവിലെ പാഠപുസ്തക വിതരണത്തിൽ രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. ഉദ്ഘാടന വേദിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് UDF ഭരണകാലം ഓർമ്മപ്പെടുത്തി മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും മറുപടി. നമ്മുടെ തൊട്ടു മുൻപുള്ള 10 വർഷം മുൻപുള്ള കെടുകാര്യസ്ഥതക്ക് നേതൃത്വം കൊടുത്ത ഉത്തരവാദിയായ മനുഷ്യൻ പറയാണ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നാടിന് നേരെയുള്ള ഒരു പരിഹാസമായി പോയി ഇന്ന് കാലത്ത് അദ്ദേഹം നടത്തിയ പ്രതികരണം. അങ്ങനെ 2016 അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത ഒരു മഹാൻ ഇന്ന് പറയുകയാണ്, ഇന്ന് പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിക്കുന്നത് കുറ്റമാണോ? കുറ്റമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ കയ്യിൽ പുസ്തകവും യൂണിഫോം എത്തിക്കുന്നത് ഭരണപരമായ മികവാണ്. പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത് ക്രെഡിറ്റായി കാണേണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. പാഠപുസ്തകങ്ങളുടെ കരിക്കുലം ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് ഈ ഗവൺമെന്റ്. അത് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ക്രെഡിറ്റായിട്ട് എടുക്കണ്ട. കൊടുത്ത നല്ല കാര്യം, ഞാൻ അതിനെ വിമർശിക്കൊന്നുമില്ല. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ ചടങ്ങിൽ പാഠപുസ്തകത്തിന്റെയും യൂണിഫോമിന്റെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പാഠപുസ്തകവും യൂണിഫോമും വിതരണം ചെയ്യുന്നത്. ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും നേരത്തെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇനി പുതിയ മേൽവിലാസം. സേവാ തീർത്ത് എന്ന പുതിയ ഓഫീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പുതിയ ആസ്ഥാനത്തെ ആദ്യ ദിനത്തിൽ 4 സുപ്രധാന തീരുമാനങ്ങളിൽ പ്രധാനമന്ത്രി ഒപ്പുവെച്ചു. സേവാ തീർത്തിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരോട് പ്രധാനമന്ത്രി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സേവാ തീർത്ത് സേവനങ്ങളുടെ പുണ്യസ്ഥലമെന്നാണ് പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് അറിയപ്പെടുന്നത്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി റൈസീന ഹിൽസിന് സമീപത്താണ് പുതിയ ഓഫീസ്. സൗത്ത് ബ്ലോക്കിൽ നടന്ന അവസാന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ പുതിയ ഓഫീസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു.
വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് ഉടനടി 1.5 ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ഉറപ്പാക്കുന്ന PM റാഹത്ത് പദ്ധതിക്ക് പുതിയ ഓഫീസിലെ ആദ്യ ദിനത്തിൽ പ്രധാനമന്ത്രി അനുമതി നൽകി. കാർഷിക അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് 1 ലക്ഷം കോടിയിൽ നിന്ന് 2 ലക്ഷം കോടിയായി ഉയർത്തി. സേവാതീർത്തിന് പുറമെ വിവിധ മന്ത്രാലയങ്ങൾക്കായി സജ്ജമാക്കിയ കർത്തവ്യഭവൻ 1, 2 എന്നീ ബ്ലോക്കുകളും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കൊളോണിയൽ പൈതൃകം ഇല്ലാതാക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് മാറ്റം. 24 ഡൽഹി. സേവാതീർത്ഥിൽ ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. അതിലേക്കാണ് ഇനി തത്സമയം. अपने लक्ष्य में विजयी होने का दैवीय आशीर्वाद हमारे साथ है. मैं आप सभी को, पीएमओ की पूरी टीम को, कैबिनेट सचिवालय और विभिन्न विभागों के सभी कर्मचारियों को പ്രധാനമന്ത്രി സേവാതീർത്ത് എന്ന തന്റെ പുതിയ ഓഫീസിൽ സംസാരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരോട്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെയാണ് സേവാതീർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് ചരിത്ര നിമിഷമാണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. 100 രൂപയുടെ പുതിയ നാണയം പ്രധാനമന്ത്രി പുറത്തിറക്കി. ഒപ്പം തന്നെ സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട്. 4 അംഗ ബഹിരാകാശ സഞ്ചാരികളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്ന ക്രൂ 12 ദൌത്യത്തിന് തുടക്കമായി. ഇന്ത്യൻ സമയം വൈകിട്ട് 3:45 ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നായിരുന്നു വിക്ഷേപണം. സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ഡ്രാഗൺ പേടകത്തിന്റെ വിക്ഷേപണം. ക്രൂ 11 ദൌത്യത്തിലെ ഒരാൾക്ക് അടിയന്തര വൈദ്യസഹായം വേണ്ടി വന്നതിനാൽ ജാനുവരി 15 ഭൂമിയിലേക്ക് മടങ്ങിയിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള 3 പേർക്കൊപ്പം ക്രൂ 12 4 അംഗ സംഘം ചേരും. നാസയുടെ 2 സഞ്ചാരികളും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ 1 സഞ്ചാരിയും 1 റഷ്യൻ സഞ്ചാരിയുമാണ് ദൌത്യത്തിലുള്ളത്. ശനിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 1:45 പേടകം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.